ആറന്മുള വിമാനത്താവളത്തിൽ കുമ്മനം രാജശേഖരൻ പോകുന്നതിന് മുമ്പ് സമരത്തിന് പോയ ആളാണ് ഞാൻ. അത് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം. അദ്ദേഹം എൻ്റെ നിന്നാണ് അതിന്റെ ഡോക്യുമെന്റ് വാങ്ങിച്ചത്. രണ്ട്, മുട്ടിൽ മരമുറി കേസിൽ നമ്മൾ എത്ര പ്രാവശ്യം ഈ മാതൃഭൂമി പാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, സമരത്തിൽ പോയിട്ടുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നിങ്ങൾ വലിയായിട്ട് പറഞ്ഞു. നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എവിടെ സാർ? അത് നിങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഒരു പേജ് മറിച്ച് നോക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങൾ ഈ വെറുതെ വർത്താനം പറയുള്ളൂ. ഇനി കേന്ദ്ര സർക്കാർ, ഞാൻ അതുകൊണ്ട് പറയാൻ കാര്യം, കേരളത്തിൽ സൈലന്റ് വാലി അങ്ങേക്ക് വരാം. സൈലന്റ് വാലിയിൽ ആരാ പോയെന്ന്, പാത്രക്കടവിൽ ആരാ പോയെന്ന്, കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ വന്നപ്പോ കരിമണൽ ഖനനം, കടൽ മണൽ ഖനനം എവിടെയാണ് ഇല്ലാത്തത്? കേരളത്തിലെ ആക്ടിവിസ്റ്റുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങേര് നർമ്മദയെ പറ്റി പറഞ്ഞത് ശുദ്ധ നുണയാണ്. നർമ്മദയുടെ ഒരു സ്ഥലത്തും വെള്ളം കിട്ടിയിട്ടില്ല, കനാലില്ല. പിന്നെ ഇവിടെ വെള്ളം ഡാമേ കിട്ടിയിട്ടില്ല, കനാലില്ല. ഞാൻ അതിനൊക്കെ എനിക്ക് കണക്കുണ്ട്, ഞാൻ മറുപടി ഇപ്പൊ പറയുന്നില്ല. കനാലില്ല, ഡാമുണ്ട്. അതാണ് നർമ്മദയുടെ സ്ഥിതി. അവിടെ വെള്ളം പൊങ്ങും, ഡാം കെട്ടിയ വെള്ളം പൊങ്ങും. അവസാനം പ്രധാനമന്ത്രിയുടെ പിറന്നാളിന് വെള്ളം പൊക്കിയപ്പോൾ വെള്ളം തുറന്നു വിടേണ്ടി വന്നു നർമ്മദയിൽ. അത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജനങ്ങളുടെ വീട് വെള്ളത്തിൽ മുങ്ങി, അത്രേ ഉള്ളൂ. പ്രശ്നം അതല്ല. പ്രശ്നം കേരളത്തിൽ BJPയുടെ കുറച്ച് ആക്ടിവിസ്റ്റുകൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ മാത്രമാണ് കേരളത്തിൽ പരിസ്ഥിതി പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും, അച്യുതാനന്ദ ഗവൺമെന്റിന്റെ കാലത്ത് അടക്കം, AK ആന്റണി, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഇത്തരം സമരങ്ങളിൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രമോദ്, ശ്രീധർ, നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ ഇരിക്കുന്ന മൂന്നാളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പരിസ്ഥിതിക സംരക്ഷണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയല്ല. ഇപ്പോൾ PT തോമസിനെ പോലെ ഒരാൾ കേരളത്തിൽ ഗാഡ്ഗിലിനെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടി ഇല്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം, ഇതൊന്നും അല്ല ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ വിഷയം മാറ്റേണ്ട കാര്യമില്ല. ആരവല്ലിയുടെ ഒരു കോടതി വിധിയുണ്ട്. ഇതിനു മുമ്പ് MC മേത്തയുടെ, ഞാനത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞു. ആരവല്ലി കേസിൽ ഗോവ ഫൗണ്ടേഷൻ അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോവ ഫൗണ്ടേഷന്റെ എത്ര കേസുകളുണ്ട് ഖനനവുമായി ബന്ധപ്പെട്ട്? കേരളത്തിൽ എത്ര കേസുണ്ട് ഖനനവുമായി ബന്ധപ്പെട്ട്? എത്ര ഖനന സ്ഥലത്ത് നമ്മളൊക്കെ പോയി അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുണ്ട്, കല്ലേറ് കൊണ്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ അങ്ങ് വന്നിട്ട് ഞങ്ങളവിടെ ഉണ്ടായി, നിങ്ങളെവിടെ ഉണ്ടായെന്ന് ചോദ്യം എനിക്കില്ല, ഞാൻ ചോദിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വരില്ല. പക്ഷെ ഞങ്ങളെവിടെ ഉണ്ടായെന്ന് പറയേണ്ട ജോലി എനിക്കുണ്ട്. ഏറ്റവും പ്രധാനം ആരോവല്ലി തന്നെയാണ്. ഇപ്പൊ ആരോവല്ലി തന്നെയാണ്. കാരണം അതാണ് നമ്മുടെ ചർച്ച. ആരോവല്ലിയുടെ ചർച്ചയിൽ ഒരു സംശയവും വേണ്ട, അതിൽ കൊള്ളയ്ക്കാണ്. കാരണം ഈ 100 മീറ്റർ എന്നത് രാജസ്ഥാനിൽ 300 മീറ്റർ ആയിരുന്നു. രാജസ്ഥാനിൽ അത് കുറയ്ക്കുന്നേ. ആരോവല്ലിയുടെ ആ ഏരിയ എടുത്തിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, വനത്തിന് പ്രൊട്ടക്ഷൻ ഏരിയ ഉണ്ട്. വനത്തിന്റെ പ്രൊട്ടക്ഷൻ ഏരിയ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തിനാ? അവിടെ വനമല്ല, വനത്തിന് പ്രൊട്ടക്ഷൻ ഏരിയ വേണം. അതടക്കമുണ്ട്. കാരണം വനം നമ്മൾ ജെണ്ട കെട്ടിയാൽ അവിടെ വനം അവസാനിക്കില്ല. വനത്തിന് മൃഗങ്ങൾ പുറത്തേക്ക് വരും. ഇപ്പൊ എന്താ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരണേ? വന്യമൃഗങ്ങൾക്ക് അറിയില്ല ഇത് ജെണ്ടയാണ്. അവരവരുടെ ഭക്ഷണം തേടി, മറ്റു കാര്യങ്ങൾ തേടി പുറത്തേക്ക് വരും. അവിടെ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ. പിന്നെ ഇന്ത്യയിലെ പുഴകളൊക്കെ ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് വാരണാസി പോയി. വാരണാസിയിൽ ഒരു കഷ്ണം ഗംഗ ഒഴിച്ചാൽ ബാക്കി ഗംഗയൊക്കെ അതുപോലെ തന്നെ കിടക്കുക. ഒരു സംശയവും വേണ്ട. ഒരു ടൂറിസ്റ്റ് സെന്റർ. ഏത് നദിയാ? യമുന. അങ്ങയുടെ മോഡി ഇരിക്കുന്ന സ്ഥലമാണല്ലോ അല്ലേ? യമുന ഒന്ന് പോയി നോക്കൂ, ഇപ്പൊ പോയി നോക്കൂ. ഡൽഹി ഒന്ന് പോയി നോക്കൂ, മോഡി ഇരിക്കുന്ന സ്ഥലത്ത്. അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യ. അതിനൊന്നും ചെയ്യില്ല. അന്ന് കെജ്രിവാൾ ആയിരുന്നു കുഴപ്പമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കെജ്രിവാൾ പോയിട്ട് കുറക്കാല്ലേ, എന്നിട്ട് ഒരു പ്രശ്നമില്ല. അവിടെ ഇപ്പോഴും ഡൽഹി ഇപ്പൊ ഫ്ലൈറ്റ് പറക്കാൻ വയ്യ, തീവണ്ടി പോകാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ. ഡൽഹി 11 കൊല്ലം മോഡി ഭരിക്കണു. ഡൽഹിയിലെ ബാക്കി ആരില്ലെങ്കിലും ഈ 11 കൊല്ലം കൊണ്ട് ഡൽഹിയിലെ പൊല്യൂഷൻ കൂടിയോ കുറഞ്ഞോ എന്ന് അങ്ങ് റെക്കോർഡ് പരിശോധിക്കുക. ഞാൻ ഉറപ്പായി പറയുന്നു 50 ഇരട്ടിയെങ്കിലും ആയിട്ടുണ്ട്. ശരി.